ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നമ്മുടെ ഫ്രാക്ഷൻസിന്റെ അഡിഷനും സബ്സ്ട്രാക്ഷനും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് മറ്റൊരു കുഞ്ഞു വീഡിയോയിലേക്ക് നമുക്ക് നോക്കാം. ഇവിടെ ഫ്രാക്ഷൻസിന്റെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, സിമ്പിൾ ആയിട്ട് നമുക്ക് തീരും. നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോകാം. 2/3 ഇൻറ്റു 5/6. ഓക്കെ, രണ്ട് ഫ്രാക്ഷൻസിന് തമ്മിൽ എന്ത് ചെയ്യാൻ പറഞ്ഞു? മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞു. സിമ്പിൾ ആണ്, ഇത്രയേ ഉള്ളൂ. ന്യൂമറേറ്ററുകളെ തമ്മിൽ ഗുണിക്കുക. 2 ഇൻറ്റു 5 എത്രയാണ്? 10 ഡിവൈഡ് ബൈ താഴെയുള്ളവരെ തമ്മിൽ ഗുണിക്കുക. 3 ഇൻറ്റു 6 എത്രയാണ്? 18. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാനായിട്ടില്ല. ഓക്കെ, അപ്പൊ രണ്ട് ഫ്രാക്ഷൻസിന് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറയുമ്പോൾ മുകളിലുള്ളവരെ തമ്മിൽ ഗുണിച്ച് മുകളിൽ എഴുതുക, താഴെയുള്ളവരെ തമ്മിൽ ഗുണിച്ച് താഴെ എഴുതുക, ഇത്രയേ ഉള്ളൂ. ഒരു ചോദ്യം കൂടി നോക്കാം. 3/9 ഇൻറ്റു 2/7 എന്ത് ചെയ്യും? മുകളിലുള്ളവരെ തമ്മിൽ ഗുണിച്ച് മുകളിൽ എഴുതുക. 3 ഇൻറ്റു 2 6, 9 ഇൻറ്റു 7 63. കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. ഒരു ചോദ്യം കൂടി നമുക്ക് നോക്കാം. 2/5 ഇൻറ്റു 3/6. ഓക്കെ, മുകളിലുള്ളവർ ഗുണിക്കുക. 2 ഇൻറ്റു 3 എത്രയാണ്? 6 ഡിവൈഡ് ബൈ താഴെയുള്ളവർ ഗുണിക്കുക. 5 ഇൻറ്റു 6 എത്രയാണ്? 30. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഫ്രാക്ഷൻസിന്റെ മൾട്ടിപ്ലിക്കേഷൻ. ഇനി നമുക്ക് അടുത്തായിട്ട് എന്ത് ചെയ്യാം? ഡിവിഷൻസ് നോക്കാം. ഇതേ ചോദ്യങ്ങൾ തന്നെ ഞാൻ വീണ്ടും ഉപയോഗിക്കുന്നു, പക്ഷെ ഇടയിലെ ചിഹ്നങ്ങൾക്ക് പകരം ഡിവിഷൻ. ഇവിടെ എല്ലാം ഡിവൈഡ് ആക്കി. ഓക്കെ, നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് എങ്ങനെയാണ്? മുകളിലുള്ളവർ തമ്മിൽ ഗുണിച്ചു മുകളിൽ എഴുതി, താഴെയുള്ളവർ തമ്മിൽ ഗുണിച്ചു താഴെ എഴുതി. ഇതിലും അതുപോലെ തന്നെ ചെറിയൊരു വ്യത്യാസം. രണ്ട് ഫ്രാക്ഷൻസിനെ ഡിവൈഡ് ചെയ്യാൻ പറയുമ്പോൾ ഒന്നാമത്തെ ഫ്രാക്ഷൻ നിങ്ങൾ അതുപോലെ എഴുതുക. ഓക്കെ, ഒന്നാമത്തെ ഫ്രാക്ഷൻ അതുപോലെ എഴുതുക. ഇടയിൽ ഡിവൈഡിൽ കിടക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻറ്റു എഴുതുന്നു. ഇടയിൽ ഡിവൈഡിന് പകരം ഇൻറ്റു ചിഹ്നം ഇട്ടു. രണ്ടാമത്തെ ഫ്രാക്ഷനെ തിരിച്ചെഴുതുക. അതായത് 5/6 എന്തായിട്ട് മാറും? 6/5 ആവും. ഇനി നമുക്ക് ഗുണിക്കാൻ അറിഞ്ഞൂടെ? സിമ്പിൾ അല്ലേ? 2 ഇൻറ്റു 6 എത്ര? 12. 3 ഇൻറ്റു 5 എത്ര? 15. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഡിവൈഡ് ചെയ്യാൻ പറയുമ്പോൾ ആദ്യത്തെ സംഖ്യ അതുപോലെ എഴുതുക, ഡിവൈഡിന് പകരം ഇൻറ്റു ഇടുക, രണ്ടാമത്തെ സംഖ്യ തിരിച്ചെഴുതുക. ഓക്കെ, തിരിച്ചെഴുതുക. ഡിനോമിനേറ്റർ മുകളിൽ ന്യൂമറേറ്റർ താഴെ. അടുത്ത ചോദ്യം ചെയ്യാം. 3/9 അതുപോലെ എഴുതി, ഡിവൈഡിന് പകരം ഇൻറ്റു ആക്കി. 2/7 ഞാൻ എങ്ങനെ എഴുതും? 7/2 എന്ന് എഴുതും. ഇനി മൾട്ടിപ്ലൈ ചെയ്യാലോ. 3 7, 3 ഇൻറ്റു 7 21 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 9 18. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. അടുത്ത ചോദ്യം. ഒന്നാമത്തെ സംഖ്യ 2/5 അതുപോലെ എഴുതി, ഇല്ലേ? ഒരു മാറ്റവും ഇല്ല. ഇടയിൽ ഡിവൈഡിന് പകരം എന്താക്കി? ഇൻറ്റു ആക്കി. 3/6 എങ്ങനെ എഴുതി? 6/3 എന്ന് എഴുതി. മൾട്ടിപ്ലൈ ചെയ്യാലോ. 2 ഇൻറ്റു 6 12 ഡിവൈഡ് ബൈ 5 ഇൻറ്റു 3 15. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രാക്ഷൻസിന്റെ എല്ലാ ഓപ്പറേഷൻസും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അഡിഷനും സബ്സ്ട്രാക്ഷനും, അത് ഡിനോമിനേറ്റർ സെയിം വന്നാലും ഡിഫറൻറ്റ് വന്നാലും എങ്ങനെ ചെയ്യണമെന്നുള്ളത് പറഞ്ഞു. ഈ ക്ലാസ്സിൽ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. ഓക്കെ, ഡിവിഷൻ എന്ന് പറയുമ്പോൾ രണ്ടാമത്തേന് തിരിച്ചെഴുതി ബാക്കി മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ് ചെയ്തത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രാക്ഷൻസിന്റെ ഓപ്പറേഷൻസ്. പിന്നെ ഞാൻ കഴിഞ്ഞ 2 ക്ലാസ്സുകളായിട്ട് ഹോംവർക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടില്ല. അതായത് ഈ ക്ലാസ്സിലും കഴിഞ്ഞ ക്ലാസ്സിലും ഞാൻ ഹോംവർക്കിന്റെ ക്വസ്റ്റ്യൻ ഇട്ടില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയ കാര്യങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് ക്ലാസ്സിൽ ബോട്ട്മാസിന്റെ റൂളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്പറുകളൊക്കെ നീളം വരും. അതുകൊണ്ട് ഞാൻ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നു. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക. നിങ്ങൾ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം, കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ തന്നെ റാൻഡം ആയിട്ട് ചുമ്മാ ഏതെങ്കിലുമൊക്കെ നമ്പർ ഉണ്ടാക്കാം, ഒരു പ്രശ്നവുമില്ല. 2/3 ഇൻറ്റു 6/5 ഒരു കുഴപ്പമില്ല. എനിക്ക് ഇപ്പൊ പെട്ടെന്ന് തോന്നിയ ഒരു നമ്പർ, അതായത് ഇവിടെ എഴുതിക്കുന്നതിൽ 1/3 ഇൻറ്റു 2/11. ചുമ്മാ എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യുക? റാൻഡം ആയിട്ട് നിങ്ങൾ തന്നെ നമ്പർ ഉണ്ടാക്കുക. അതിനെ പ്ലസ് ഇട്ട് സോൾവ് ചെയ്യുക, സോൾവ് ചെയ്ത് ഉത്തരം എടുത്തതിന് ശേഷം മൈനസ് ഇട്ട് ചെയ്യുക, അതിനുശേഷം നിങ്ങൾ ഇൻറ്റു ഇട്ട് ചെയ്യുക, അതിനുശേഷം നിങ്ങൾ ഡിവൈഡ് ഇട്ട് ചെയ്യുക. അപ്പോൾ ഒരേ നമ്പറിൽ തന്നെ എന്ത് ചെയ്യുക? ഈ 4 ഓപ്പറേഷൻസും ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ എല്ലാവരുടെ കയ്യിലും ഫോണുണ്ട്, കാൽക്കുലേറ്റർ ഉണ്ട്. ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ വെരിഫൈ ചെയ്യാം. അതിന്റെ ആവശ്യമില്ല. മെത്തേഡ് കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാം. ഇത്ര ക്വസ്റ്റ്യൻസ് വേണോ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത്ര ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് നിങ്ങളോട് പറയുന്നില്ല. നിങ്ങൾക്ക് അത് നല്ല ക്ലിയർ ആണ് എന്ന് ആവുന്നത് വരെ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഫ്രാക്ഷൻസും കഴിഞ്ഞിട്ടുണ്ട്, ബോർഡ് മാസുകളും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലുള്ള ചെറിയ ചെറിയ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. താങ്ക് യു.